നമസ്കാരം. ഞാൻ രാജശ്രീ വാര്യർ, നർത്തകിയാണ്. ഭാരതീയ വിദ്യാഭവൻ്റെ പഞ്ചഭൂതം എന്ന പേരിലുള്ള തീം ബേസ്ഡ് ആർട്ട് ഫെസ്റ്റിവൽ നടക്കുകയാണ് ജാനുവരി 5 തൊട്ട് 11 വരെ. ഭാരതീയ വിദ്യാഭവൻ്റെ മൺവിള സ്കൂളിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. വിവിധ കലാപരിപാടികളാണ് ഈ ദിവസങ്ങളിൽ അരങ്ങേറുക. ഇതുകൂടാതെ സ്കൂൾ കുട്ടികളുടെ കലാവതരണങ്ങളും ഉണ്ട്. പഞ്ചഭൂതം എന്ന ആ ഒരു കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഭരതനാട്യത്തിൻ്റെ അവതരണമുണ്ട്. ഞാനും എൻ്റെ കുട്ടികളും അവതരിപ്പിക്കുന്നുണ്ട് ഭരതനാട്യം. കൂടാതെ റിഗാറ്റ സൊസൈറ്റിയുടെ പഞ്ചഭൂത എന്നുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് തീമാറ്റിക് പ്രസൻറ്റേഷനുണ്ട്. അതുകൂടാതെ കേരള നടനമുണ്ട്. കല എന്ന് പറയുന്നൊരു മാധ്യമത്തിനെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കൂട്ടായ്മയാണ് ഭാരതീയ വിദ്യാഭവൻ. കുട്ടികൾക്ക് പല രംഗങ്ങളിലുള്ള മികവ് നേടിക്കൊടുക്കുന്നതിന് ഒപ്പം കലാരംഗത്തുള്ള ഒരു സെൻസിറ്റിവിറ്റിയും കൂടെ കൂട്ടുക എന്നൊരു ഉദ്ദേശം കൂടെ ഈ ഫെസ്റ്റിവലിനുണ്ട്. ഇത് ഭാരതീയ വിദ്യാഭവനും ഇൻഫോസിസ് ഫൗണ്ടേഷനും ചേർന്നാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. നമ്മൾ സ്കൂളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ അവർ പല കാര്യങ്ങളെക്കുറിച്ചും ഇൻഫോംഡ് ആവും. അപ്പോൾ സാഹിത്യത്തിനെ കുറിച്ചാവാം, സയൻസിനെ കുറിച്ചാവാം, മറ്റ് പല മാത്സിനെ കുറിച്ചാകാം. പക്ഷേ കലയും പഠനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കലയിലൂടെ അറിവ് നേടുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റൊരു തരം അറിവിനെ കൂടി അത് പകർന്നു കൊടുക്കുന്നു. എങ്ങനെയാണ് സ്നേഹം എന്നതിനെ അനുഭവിക്കുക എന്നുള്ളതും കൂടി കല അറിയാതെ പറയാറുണ്ട്. കലയിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയേണ്ടത്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ നന്മ എന്താണ് എന്നുള്ളതൊക്കെ കൂടി നമ്മൾ അറിയുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ ഒരു സാധാരണ ഒരു ഈസ്തറ്റിക് എക്സ്പീരിയൻസ് മാത്രമല്ല, ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആണ്, ഒരു ട്രാൻസെൻഡൻ്റൽ എക്സ്പീരിയൻസ് ആണ് കല. അപ്പോൾ കല തന്നെയാണ് മനുഷ്യനെ സ്നേഹം പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്നൊരു തിരിച്ചറിവാണ് പലപ്പോഴും സ്കൂളുകൾ ഇത്തരം നല്ല കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഭാരതീയ വിദ്യാഭവൻ്റെ ഈ ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ ചിന്തകളെയും കുട്ടികളുടെ ക്രിയാത്മക ചിന്തകളെയും വളർത്തുക, ടീച്ചേഴ്സിൻ്റെ ക്രിയാത്മക ചിന്തകളെ വളർത്തുക, സർഗശേഷിയെ വികസിപ്പിക്കുക, ഇതൊക്കെ തന്നെയും ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ കുട്ടികളും രക്ഷകർത്താക്കളും അതിനു പുറത്തുള്ളവരും കലയെ സ്നേഹിക്കുന്നവരും അറിവിനെ പുണരാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഈ ഫെസ്റ്റിവലിലേക്ക് വരിക. ജാനുവരി 5 മുതൽ ജാനുവരി 11 വരെ.